ജോർജിയ മെലോണിയിൽ നിന്ന് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മോദിയുടെ കൊടും ചതിയാണ്, കൊടും വഞ്ചനയാണ് മെലോണി ചെയ്തത്. മോദിയുടെ ഏറ്റവും അടുത്ത ആളായി അറിയപ്പെടുന്ന മെലോണിയാണ് ഇത് ചെയ്തത് എന്ന് ഓർക്കണം. എന്താണ് മെലോണി മോദിയോട് ചെയ്ത കൊടും ചതി? അതുപോലെ അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വളരെയേറെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മോദിയുടെ വലിയ പിടിപ്പുകേടിനെക്കുറിച്ച് വലിയ രീതിയിൽ വാർത്തകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ മുൻകൈയെടുത്തത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷെറീഫാണ് എന്നുള്ള കാര്യം. ഏപ്രിൽ 7-ാം തീയതി വൈകുന്നേരം 8 മണി വരെയാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് തുറക്കാനുള്ള അന്ത്യശാസനമായി ട്രംപ് ഇറാന് നൽകിയത്. രാത്രി 8 മണിയോടുകൂടി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഇറാനെ തകർത്ത് തരിപ്പണമാക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇത് പറഞ്ഞ് ചരിത്രത്തിൽ ഇന്നുവരെ ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഉപയോഗിക്കാത്ത ഭാഷയിൽ ഏപ്രിൽ 7-ാം തീയതി രാവിലെ ട്രംപ് ട്വീറ്റ് ചെയ്തതാണ് ഇത്. ഒരിക്കലും തിരിച്ചു വരാത്തതുപോലെ ഇന്ന് രാത്രിയിൽ ഒരു സിവിലൈസേഷനെ മൊത്തം കൊലപ്പെടുത്തും. അവസാനം പറഞ്ഞിരിക്കുന്നത് 47 വർഷത്തെ കൊള്ളയടിക്കലും അഴിമതിയും കൊലപാതകവും അവസാനം തീരാൻ പോവുകയാണ്. ഇറാനിലെ ജനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇറാനെ പരിപൂർണമായി നശിപ്പിക്കും, ഒരു സിവിലൈസേഷൻ തന്നെ പരിപൂർണമായി ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഇറാനിലെ ജനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഇയാൾ പറഞ്ഞത്. എന്നാൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റ് അമേരിക്കയിലെയും ഇറാനിലെയും നേതാക്കളെ ടാഗ് ചെയ്തുകൊണ്ട് എക്സിൽ എഴുതിയതാണ് ഇത്. സമാധാന ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഡിപ്ലോമസി വഴി ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി 2 ആഴ്ച ഡെഡ്ലൈൻ നീട്ടിവെക്കാൻ ട്രംപിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇറാൻ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഈ 2 ആഴ്ച തുറക്കണമെന്ന് പാകിസ്ഥാൻ ആത്മാർത്ഥമായി ആവശ്യപ്പെടുകയാണ്. ഈ യുദ്ധത്തിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികളും 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ നടപ്പിലാക്കണം ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി. അതുവഴി ഈ യുദ്ധം സുഖമായി അവസാനിപ്പിച്ച് ദീർഘകാല സമാധാനം നടപ്പിലാക്കുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞ് പാകിസ്ഥാന്റെ ഈ അഭ്യർത്ഥന പ്രകാരം ട്രംപ് 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ നടപ്പിലാക്കുകയാണ് എന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചു. എന്നാൽ മെലോണി ചെയ്ത ചതി എന്താണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഷെറീഫ് എക്സിൽ പങ്കുവച്ച ചിത്രമാണ് ഇത്. ഇടതുവശത്ത് ഷെറീഫിന്റെ ചിത്രവും വലതുവശത്ത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ചിത്രവും നടുവിൽ ഒരു ടെലഫോണിന്റെ ചിത്രവും. ഏപ്രിൽ 9, 2026 എന്ന ഡേറ്റിൽ, അതായത് മെലോണി ഇന്ത്യയുടെ ചിരകാല ശത്രുവായ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുമായി ടെലഫോണിൽ നീണ്ട സംഭാഷണം നടത്തി. ഓർക്കണം, ഇന്ത്യയുടെ ശത്രുരാജ്യമായ, ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയുമായി മെലോണി സുദീർഘമായ ടെലഫോൺ സംഭാഷണം നടത്തി. അതും മോദിയുടെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മോദി തന്നെ സ്ഥിരമായി റീലുകൾ മെലോണിയുമായി ചേർന്ന് ഇടുന്ന അതേ മെലോണിയാണ് മോദിയുടെ ഹൃദയം തകർത്തത്. ഇവർ സംസാരിച്ചത് എന്താണെന്നും ഒരു നീണ്ട കുറിപ്പിലൂടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഇറ്റലിയുടെ പ്രധാനമന്ത്രിയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ടെലഫോൺ സംഭാഷണം. പ്രധാനമന്ത്രി മുഹമ്മദ് ഷഹബാസ് ഷെറീഫിന് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയിൽ നിന്ന് ഇന്നൊരു ടെലഫോൺ കോൾ ലഭിച്ചു. അതായത് മെലോണിയാണ് ഷെറീഫിനെ വിളിച്ചത്, അല്ലാതെ ഷെറീഫ് മെലോണിയെ വിളിക്കുകയല്ല ചെയ്തത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയും ഇറാനുമായുള്ള വെടിനിർത്തൽ ഫലപ്രദമായി നടപ്പിലാക്കിയതിനെ മെലോണി അഭിനന്ദിക്കുകയും തുടർന്നുള്ള സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാനെ വേദിയാക്കിയതിൽ അനുമോദിക്കുകയും ചെയ്തു. അവസാന പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്, മെലോണിയും ഷെറീഫും ലെബനോനിൽ തുടർന്നു പോകുന്ന ആക്രമണങ്ങൾക്കെതിരെ വലിയ ആകാംക്ഷ പ്രകടിപ്പിക്കുകയും ഇത് കൂടുതൽ വഷളാകാതെ ഇരിക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ഏകീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നീണ്ടു നിൽക്കുന്ന സമാധാനം ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പരസ്പരം അംഗീകരിച്ചു. അതായത് മെലോണി ഇന്ത്യയുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുകയും വെൽ ഡൺ, വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറയുകയും ചെയ്തു എന്ന്. ഇത് വല്ലാത്ത ചതിയായിപ്പോയി മെലോണി എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തത്? ഷെറീഫ് വെളുത്തിരിക്കുന്നത് കൊണ്ടാണോ? അതെയോ അയാൾ മോദിയേക്കാൾ സുന്ദരനായതുകൊണ്ടാണോ? അതെയോ വളരെ മികച്ച രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ ആയതിനാലാണോ? ഞങ്ങളുടെ നോൺ ബയോളജിക്കൽ ദൈവമായ മോദിയോട് ഈ കൊടും ചതി, അതും മോദിയുടെ ഹൃദയം തകർക്കുന്ന ഈ കൊടും ചതി
മെലോണി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ സംഘികൾ വിചാരിച്ചില്ല. നോട്ട് ഗുഡ്, നോട്ട് ഗുഡ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ കാര്യത്തിലുള്ള മോദിയുടെ വലിയ പരാജയത്തെക്കുറിച്ച് വലിയ രീതിയിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേർണൽ കൊടുത്തിരിക്കുന്ന വാർത്ത കണ്ടോ? പാകിസ്ഥാൻ ഡിപ്ലോമാറ്റിക് മാപ്പിൽ അവരെ സ്വയം തിരിച്ച് എത്തിച്ചിരിക്കുകയാണ് എന്ന്. അവരുടെ ആർമി ചീഫ് പാകിസ്ഥാനിൽ തന്റെ അധികാരം കൺസോളിഡേറ്റ് ചെയ്തിരിക്കുകയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ നടപ്പിലാക്കിയത് വഴി. സിംഗപ്പൂർ മാധ്യമമായ ദ സ്ട്രെയിറ്റ് ടൈംസ് മോദിക്ക് വളരെ കൊള്ളുന്ന രീതിയിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിൽ പാകിസ്ഥാന്റെ റോളിനെ സംബന്ധിച്ച് മോദിക്ക് വലിയ നെഞ്ചരിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. ന്യൂഡൽഹിക്ക് നെഞ്ചരിച്ചിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും രാജ്യ തലസ്ഥാനത്തെക്കുറിച്ച് പേരെടുത്ത് പറയുന്നത് ആ രാജ്യത്തിന്റെ തലവനെ ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ മോദിയെ ഉദ്ദേശിച്ചാണ്. ബ്രിട്ടീഷ് ദിനപത്രമായ BBC ന്യൂസ് കൊടുത്തിരിക്കുന്ന വാർത്തയാണ് അതിലും കഠിനം. പാകിസ്ഥാൻ മീഡിയേഷൻ നടത്തിയതിൽ ഇന്ത്യയുടെ നിശബ്ദത. മോദി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിച്ചു, പക്ഷേ സ്വയം ഒറ്റപ്പെടുകയാണ് ഉണ്ടായത്. എത്ര തുറന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് കണ്ടല്ലോ. മോദി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ട് മോദി സ്വയം ഒറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഈ വാർത്തയുടെ കൂടെ അവർ കൊടുത്തിരിക്കുന്ന ചിത്രം കണ്ടോ? മോദിയും ലേസർ കണ്ണുള്ള മോദിയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും തലയ്ക്ക് അടി കിട്ടിയതുപോലെ തല കുനിച്ച് കരഞ്ഞതുപോലെ നിൽക്കുന്നത്. മോദി അക്ഷരാർത്ഥത്തിൽ തലകുനിച്ച് ലോകത്തിന്റെ മുൻപിൽ ഒറ്റപ്പെട്ട് നാണം കെട്ടു. മോദിയെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന് ലോകത്തിന് മൊത്തം മനസ്സിലായി എന്നാണ് അവർ പറയാതെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അമേരിക്കൻ മാധ്യമമായ ബ്ലൂംബർഗിന്റെ വാർത്തയാണ്. സമാധാന സ്ഥാപകർ എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോകമെമ്പാടുമുള്ള മുതിർന്ന ലോക നേതാക്കളും അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തുന്ന യുദ്ധത്തിൽ വെടിനിർത്തൽ നടപ്പിലാക്കിയതിൽ പാകിസ്ഥാനെ അകമഴിഞ്ഞു പുകഴ്ത്തി. എന്നാൽ മോദിയുടെ ഭാഗത്തു നിന്നും തണുത്ത പ്രതികരണമാണ് ഇതിനെക്കുറിച്ച് ഉണ്ടായിരിക്കുന്നത് എന്ന്. എങ്ങനെ പ്രതികരിക്കും? സംഘികളെ ബോധിപ്പിച്ചു വച്ചിരിക്കുകയാണ് വിശ്വഗുരുവാണ് എന്ന്. താനില്ലാതെ ലോകത്തിൽ ഒരു കാര്യങ്ങളും നടക്കുകയില്ല എന്ന്. ലോകമെമ്പാടും തന്നെ വിശ്വഗുരുവായി ബഹുമാനിക്കുകയാണ് എന്ന്. താൻ ലോകത്തിന്റെ മൊത്തം രാജാവാണ് എന്ന്. ഇതൊക്കെയാണ് മോദി തലച്ചോറില്ലാത്ത സംഘികളെ ബ്രെയിൻ വാഷ് ചെയ്ത് പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വിദേശ മാധ്യമങ്ങളെല്ലാം ഇതിന്റെ യാഥാർത്ഥ്യം തുറന്നു കാണിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ വളരെയേറെ വാർത്തകളാണ് മോദിയുടെ കഴിവില്ലായ്മയെക്കുറിച്ചും മോദിയെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്നുള്ള രീതിയിലും വളരെയേറെ വിദേശ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ളത്. വേറെ ഒരു മാധ്യമം കൊടുത്ത വാർത്ത എന്താണ് എന്നറിയാമോ? ഇന്ത്യയെ ഒരു മാർക്കറ്റായി മാത്രമാണ് ലോകം കാണുന്നത് എന്ന്. മോദിക്ക് യാതൊരു കഴിവുമില്ല, മോദിയെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. മോദിയുടെ കീഴിൽ ഇന്ത്യയുടെ ഉണ്ടായിരുന്ന യശസ്സും കീർത്തിയും പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 140 ബില്യണിലധികം ആളുകൾ ഉള്ളതിനാൽ ഒരു വലിയ മാർക്കറ്റ് എന്ന രീതിയിൽ മാത്രമാണ് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ കാണുന്നത് എന്ന്. അവസാനമായി ജപ്പാനിലെ ഹിരോഷിമയിൽ നടന്ന G7 സമ്മിറ്റിലെ ഈ ദൃശ്യങ്ങൾ കൂടി കണ്ടുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും ലോക നേതാക്കൾ എങ്ങനെയാണ് മോദിയെ കാണുന്നത് എന്ന്. ലോക നേതാക്കളുടെ ഇടയിൽ മോദിക്ക് എന്ത് വിലയാണ് ഉള്ളത് എന്ന്. ഒരു പമ്പര വിഡ്ഢിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്നു മോദി. ബാക്കി ലോക നേതാക്കൾ പരസ്പരം ചർച്ച നടത്തുമ്പോൾ അവസാനം ഒറ്റപ്പെട്ട് ഇറങ്ങി നടന്നു പോവുകയാണ്. മെലോണി മോദിയുടെ ഹൃദയം പൊട്ടിച്ച് ഈ കൊടുംചതി ചെയ്തതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?